എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാളുടെ മുഖത്തൊരു ചിരി വരും, ഒരു സന്തോഷം വരും. അത് നമ്മൾ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഇപ്പോൾ ഓൺലൈനിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും അവരുടെ കമൻറ്റുകളിലും മറ്റുമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനൊരു ഫീല് അതാണ് ശരിക്കും അധ്യാപകനാവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയാം. ടീച്ചർ ആവുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു റോൾ മോഡൽ ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ, കണക്ക് ടീച്ചർ, സയൻസിൻ്റെ ടീച്ചർ. അപ്പോൾ അവരൊക്കെ കണ്ടുകൊണ്ടാണ് അന്ന് ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചത്. നമ്മളെപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ്. അപ്പോൾ അവരിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം എന്നിലുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്നിൽ വീണ്ടും ജനിക്കുവാണ് ചെയ്യുന്നത്. എങ്ങനെ മറ്റുള്ളവരിലേക്ക് കാര്യം എത്തിക്കാം എന്ന് ആദ്യം ഞാൻ പഠിക്കുവാണ് ചെയ്യുന്നത്. സോ ഓൾറെഡി ഒരു ടീച്ചർ ആയപ്പോൾ തന്നെ ഞാൻ എന്തായി, ഒരു വിദ്യാർത്ഥിയുമായി. ടീച്ചർ ആയതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ കൂടുതൽ ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട്. എങ്ങനെ ഇത് ക്രിയേറ്റീവായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാം. ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സാധനം നേരെ കുട്ടികളിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്രിയേറ്റീവായിട്ട് രീതിയിൽ എന്താണ് കുട്ടികളിലേക്ക് കൊടുക്കാം. ശരിക്കും നമ്മളടുത്ത് പറയും എ ഗുഡ് ടീച്ചർ ഇസ് എ ഗൈഡ്, ഫ്രണ്ട്, ഫിലോസഫർ. ഇതൊന്നും പ്രാവർത്തികമായില്ലെങ്കിൽ പോലും എ ഗുഡ് ടീച്ചർ ഇൻസ്പയേഴ്സ് എന്ന് പറയുന്നതാണ് എനിക്ക് ശരിക്കും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മനുഷ്യന്മാർക്ക് ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാകും അല്ലേ. പക്ഷെ നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്താണ്, ആ കുട്ടികളുടെ മുൻപിൽ അവരിലേക്ക് ഐഡിയ എത്തിക്കുന്ന ആളായിട്ട് മാറുവാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ എല്ലാ പ്രോബ്ലംസിനെയും മറക്കുവാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുകയും അതിൽ ഒരു മാർക്ക് അത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പോസിറ്റീവ് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പോസിറ്റിവിറ്റി നമ്മളുടെ മുമ്പിലിരിക്കുന്നവരിലേക്കും നിറയ്ക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ പുതിയൊരു അഡ്മിഷൻ വരുന്നുണ്ട്, പുതിയ ആൾ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് ആ മിസ്സിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം വളരെ സന്തോഷം നിറഞ്ഞതാണ്. ഒരാൾക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിലാവാണ്ട് അവിടെ നിന്ന് വേറിട്ട് നിന്ന് ആ ആൾക്കൂട്ടം നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അതായിരിക്കും ഒരുപക്ഷെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെ മറക്കാത്ത, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ലൈഫിലെ ഏറ്റവും മറക്കാത്ത അനുഭവങ്ങൾ. ഒരു അധ്യാപകനായതിനു ശേഷമാണ്, അല്ലെങ്കിൽ അധ്യാപകനായതുകൊണ്ടാണ് ഞാൻ പെണ്ണ് കെട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടിയത്. ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു, പിന്നീട് മാട്രിമോണി വഴിയൊക്കെ നമ്മൾ റിക്വസ്റ്റോ കൊടുക്കുന്നു, ഇത് പഠിപ്പിച്ചാണെന്നും അറിയത്തില്ലായിരുന്നു ആള്. പക്ഷേ ആള് നമ്മളെ അക്സെപ്റ്റ് ചെയ്തതും ഈ കല്യാണത്തിലേക്ക് പോയതും പഠിപ്പിച്ചത് കൊണ്ടാണ്, ഏകദേശം കുറച്ച് വൃത്തിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണെന്ന് പറയാം. സോ അത് മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്.